പോകുന്നത്. ബാർക്കോഴ വിവാദത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. നിയമസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷൻ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് സ്പീക്കറുടെ ഓഫീസ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാർക്കോഴ തന്നെയാണ് ഇന്ന് സഭയിൽ പ്രധാന ചർച്ചയാവുക എന്നാണ് കരുതുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ നിയമസഭയിൽ നിന്നും തത്സമയം. റോഷിപാൽ, ബാർക്കോഴ വിവാദം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇതിന് അനുമതി നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഇതിൽ നേരത്തെ തന്നെ മന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചതാണ് എന്നാണ് ഒരു നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സർക്കാരിൻ്റെത്. എന്തായിരിക്കും സഭയിൽ നടക്കുക? വിനീത, ശൂന്യവേളയുടെ സമയത്തിൽ മാറ്റമുണ്ട്. കാരണം ഫോട്ടോ സെഷൻ നടക്കുന്നതുകൊണ്ട് ഏതായാലും ഫോട്ടോ സെഷൻ കഴിഞ്ഞാലാണ് ശൂന്യവേള. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ഒരു കരുത്തിൽ പ്രതിപക്ഷം സഭയിലെത്തുമ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആദ്യ ദിനം തന്നെ അതുകൊണ്ട് നേരത്തെ UDF ശക്തമായി ഉന്നയിച്ച ബാർക്കോഴ വിവാദ ആരോപണം തന്നെയാണ് സഭയിൽ എത്തുന്നത്. ഈ വിഷയത്തിൽ 2 മന്ത്രിമാർക്കെതിരെ ആരോപണം UDF നേതൃത്വം ഉന്നയിച്ചിരുന്നു. UDF പ്രക്ഷോഭവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സഭാ സമ്മേളനത്തിൽ ഈ വിഷയം എത്തിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരമൊരു ആരോപണവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. നേരത്തെ UDF ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് കത്തും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 മന്ത്രിമാർക്കാണ് ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഫെഡറേഷൻ്റെ അംഗം സംസ്ഥാന നേതാവിൻ്റെ ശബ്ദ പുറത്തു വന്നതിന് പിന്നാലെ ആരോപണം ഉന്നയിച്ചത്. ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുക്കാൻ ആലോചിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ കൂടെ പങ്കാളിത്തമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാർക്കോഴ വിവാദത്തിൽ അത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. CPIM ആണ് ഇതിൻ്റെ ഗുണം കൈപ്പറ്റിയത് എന്ന ആരോപണമാണ് UDF നേതൃത്വം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ശക്തമായി സഭയ്ക്കകത്ത് ഉന്നയിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. നാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ചുണ്ട്. മറ്റന്നാൾ UDFും ഇതേ വിഷയത്തിൽ തന്നെ സഭയിലേക്ക് മാർച്ച് നടത്തുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് വിഷയം സഭയിൽ എത്തിക്കുന്നത്. വിനീത, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുന്നത് നമ്മൾ കണ്ടതാണ്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ, പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകുന്നത് കണ്ടു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ചോദ്യോത്തരവേളയിലായാലും അടിയന്തര പ്രമേയമായാലും ഒക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എന്തായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി? ടി സിദ്ദിഖൊക്കെ രൂക്ഷമായ ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാണാമായിരുന്നു. വിനീത, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖിൻ്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണമാണ് നടത്തിയത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. റാഗിംഗ് നടത്തുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല. അത്തരക്കാരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. പക്ഷേ ഈ CBI അന്വേഷണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ കത്ത് CBI പേഴ്സണൽ മന്ത്രാലയത്തിന് അയക്കുന്നതിന് പകരം കൊച്ചി യൂണിറ്റിലേക്ക് അയച്ചതിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം സിദ്ദിഖ് ഉയർത്തി. പക്ഷേ അത് മുഖ്യമന്ത്രി നിഷേധിച്ചു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തെങ്കിലും പിന്നീട് ആ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ച് സർവീസിലേക്ക് എടുത്തു എന്ന കാര്യവും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുകയുണ്ടായി. സിദ്ധാർത്ഥനെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് മറ്റൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് AP അനിൽകുമാറും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സിദ്ധാർത്ഥനെ 3 ദിവസം പട്ടിണിക്കിട്ട് കൊലക്ക് കൊടുക്കുകയായിരുന്നു എന്ന ആരോപണമാണ് ടി സിദ്ദിഖ് സഭയിൽ ഉന്നയിച്ചത്. അത് നിഷേധിച്ച മുഖ്യമന്ത്രി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് വിശദീകരിച്ചത്. ശരി റോഷിപാൽ, ഏതായാലും ബാർക്കോഴയിലെ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടുപ്പിക്കാനിരിക്കെ എന്തായിരിക്കും സർക്കാർ നിലപാട് എന്ന് ആണ് അറിയേണ്ടത്. അത് വരുന്ന മുറയ്ക്ക് റോഷിപാലിലേക്ക് നമുക്ക് തിരിച്ചെത്താം. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത്